പൊന്നാനിയിലെ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ KV നദീറാണ് പൊന്നാനി ചാനലിനോടൊപ്പം. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ പുസ്തകത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. നമ്മളായിട്ടുണ്ടോ എന്ന് ഈ പുസ്തകത്തിന് പേര് നൽകാൻ എന്താണ് കാരണം? പുസ്തകത്തിന് നമ്മളായിട്ടുണ്ടോ എന്നുള്ള പേര് കൊടുത്തത് ഒരു ബോധപൂർവമായിട്ടൊരു സംഗതി കൂടിയാണ്. ശരിക്ക് നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ആണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ ഭംഗി എന്ന് പറയുന്നതല്ലോ സൗന്ദര്യം, കാണുന്ന കാഴ്ചക്കപ്പുറത്തുള്ള ഒരു ആകർഷണം അത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അതിനെന്ത് വേണം എന്നുള്ളത് പ്രധാന ചോദ്യം കൂടിയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് എന്നതിൽ നിന്ന് മാറിയിട്ട് നമ്മുടേത് എന്ന് പറയുന്ന ഒരു ചേർത്ത് പിടിക്കലിൻ്റെ വിശാലതയുടെ ഒരു രീതി അത് ആർജിച്ചെടുക്കുമ്പോൾ സാധ്യമാകുന്ന ഒന്നാണ് മനുഷ്യൻ്റെ സൗന്ദര്യം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഈ കാഴ്ചയിലെ ഭംഗിയെയാണ് സൗന്ദര്യമായിട്ട് കണക്കാക്കാറുള്ളത്. അതിൽ നിന്ന് മാറിയിട്ട് ആന്തരികമായിട്ടുണ്ടാകേണ്ടുന്ന ഒരു ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്. അതിന് എന്തൊക്കെ എന്നുള്ള കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ പ്രമേയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എന്നോടുള്ള കുറേ ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒരുപക്ഷെ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കാം ഇത്. ആ അർത്ഥത്തിൽ നമ്മളായിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഞാൻ എന്നത് നമ്മളിലേക്കും ആ നമ്മളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു ചേർത്ത് പിടിക്കലുണ്ട്. അത് സാമൂഹ്യത എന്നുകൂടി വേണമെങ്കിൽ അതിനെ പറയാം. അതാണ് ഈ പുസ്തകം പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇത് ചില ചോദ്യങ്ങളാണ്, ഉത്തരം സ്വയം കണ്ടെത്തേണ്ട കുറേ ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. വളരെ ലളിതമായിക്കൊണ്ട് മനുഷ്യനോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എന്നിൽ കണ്ട ചുറ്റുപാടിൽ കണ്ട കുറേ കാര്യങ്ങളെ വളരെ കുറഞ്ഞ വാക്കുകളിൽ ആവിഷ്കരിക്കുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. ഒറ്റനോട്ടത്തിൽ തന്നെ ഈ പുസ്തകത്തിന് വ്യത്യസ്തതകൾ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയാമോ? പുസ്തകം ഇതിൻ്റെ ഒരു ആകൃതിയിലും ഇതിലെ കണ്ടൻസിലൊക്കെ ചെറിയ ഒരു വ്യത്യസ്തത ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ പുസ്തകം കണ്ടാൽ മനസ്സിലാവും. അത് സാധാരണ പുസ്തകത്തിൻ്റെ വലിപ്പമല്ല. ഇതിലെ അധ്യായങ്ങൾ അങ്ങനെ നീട്ടിപ്പരത്തി വലുതാക്കി പറഞ്ഞു പോകുന്നതിന് പകരം ഒരു പേജിൽ ആ പറയാനുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ 224 പേജുകളുണ്ട്. അതിലേതാണ്ട് 210 ടൈറ്റിലുകൾ ഇതിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, ആരും കേൾക്കാത്ത ഇതുവരെ അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ സംഭവിച്ചു പോകുന്ന അല്ലെങ്കിൽ ഞാൻ ചുറ്റിലും മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളെ അതൊക്കെ ഓരോരുത്തരുടെയും റിയൽ ലൈഫുമായിട്ട് ചിലപ്പോൾ ബന്ധമുണ്ടാകാം. ചിലപ്പോൾ തന്നെക്കുറിച്ച് തന്നെയാണോ പറയുന്നത് എന്ന് തോന്നിപ്പോകാം. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനെ ഏറ്റവും എന്താ പറയുക ലളിതമായി കുറഞ്ഞ വാക്കുകളിൽ കുറഞ്ഞ വരികളിൽ സംഗ്രഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ 2, 3, 4 പേജൊക്കെ എഴുതി വിശദീകരിക്കാവുന്ന കാര്യങ്ങളെ ഒരു 7, 8 വരികളിൽ ചുരുക്കുന്ന ഒരു പരീക്ഷണമാണ് ഈ പുസ്തകത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. 8 പുസ്തകങ്ങൾ, കാലങ്ങളോളമായിട്ടുള്ള മാധ്യമപ്രവർത്തനം, എഴുത്തു ജീവിതത്തെക്കുറിച്ചൊരു ലഘുവായി ഒന്ന് പറയാമോ? എഴുത്ത് വളരെ ചെറിയ പ്രായം മുതലേ ഉള്ളൊരു സംഗതിയാണ്. നേരത്തെ എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നു, നിരന്തരമായി എഴുതിയിരുന്നു. 2003 മുതലാണ് മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. വർത്തമാനത്തിലായിരുന്നു തുടക്കം. പിന്നീട് കേരള കൗമുദിയിൽ ലേഖകനായിട്ട് ഏതാണ്ട് 10 വർഷത്തോളം ഉണ്ടായിരുന്നു. ആദ്യത്തെ പുസ്തകം വരുന്നത് 2014 അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർച്ചയായ വർഷങ്ങളിൽ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് 8ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഏറ്റവും ഒടുക്കിറങ്ങിയ ഈ നമ്മളായിട്ടുണ്ടോ എന്നുള്ളത്. ഓരോന്നും ഓരോ തരത്തിലുള്ള പുസ്തകങ്ങളാണ്. ആദ്യം എഴുതിയ പുസ്തകങ്ങൾ ലേഖന സമാഹാരങ്ങളായിരുന്നു. പിന്നീട് അത് കുറിപ്പുകളായിട്ട് മാറി. പിന്നെ ഇതിന് തൊട്ട് മുന്നത്തെ പുസ്തകം ഉപ്പമരത്തണൽ എന്നൊരു പേരിലായിരുന്നു. ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളായിരുന്നു അത്. പുതിയ പുസ്തകം ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ലഘുവായിട്ടുള്ള കുറിപ്പുകളാണ്. ഈ പുസ്തകത്തിന് അതിൻ്റെ കാറ്റഗറി ആയിട്ട് ഇതിൻ്റെ പബ്ലിഷേഴ്സ് പെടുത്തിയിട്ടുള്ളത് റിഫ്ലക്റ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു പുസ്തകമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നൊരു കൊട്ടേഷനകത്താണ് എനിക്ക് നിൽക്കാനിഷ്ടം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളും അനുഭവങ്ങളെയൊക്കെയും ഇത്തരത്തിലുള്ള എഴുത്തുകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ് ഈ പുസ്തകങ്ങളൊക്കെയും. പുസ്തകത്തിന് വേണ്ടി പുസ്തകങ്ങൾ എന്നുള്ളത് ഇതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല.
ഓരോ പുസ്തകങ്ങളും യാദൃശ്ചികതയിൽ സംഭവിച്ച സംഗതികളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം സംഭവിച്ച ഈ പുസ്തകം പോലും പബ്ലിഷേഴ്സ് സമീപിച്ചു, അതിന് സന്നദ്ധമായിട്ട് നമ്മൾ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായതാണ് ഇപ്പോഴത്തെ പുസ്തകം. ഓരോ പുസ്തകവും അങ്ങനെയാണ്. എഴുത്തൊരു സ്വാഭാവികത, എന്താ പറയുക, യാദൃശ്ചികതയുടെ മേളം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒന്നാണ്. ആദ്യ പുസ്തകങ്ങളിലെല്ലാം വലിയ ലേഖനങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. പിന്നീട് അത് കുറിപ്പുകളായി മാറി. ഇപ്പോൾ 5-8 വരികളിലായിട്ടാണ് ഒതുങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ വലിയ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. ഇപ്പോൾ പത്രങ്ങളിൽ നിരന്തരമായിട്ട് കോളങ്ങൾ ചെയ്തിരുന്നു. അതൊക്കെയാണ് ആദ്യത്തെ 2-3 പുസ്തകങ്ങൾ. ഇപ്പോൾ ഈ കാഴ്ചകളുടെ ചുറ്റുവട്ടം, സംഭവിച്ചതത്രയുമല്ല, ഇനിയും പറയാനുണ്ട്, അതേപോലെ മനുഷ്യന് വേണ്ടി ഒരു വക്കാലത്ത്. ഈ 4 പുസ്തകങ്ങൾ വലിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അതിൽ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു ആ പുസ്തകത്തിലുണ്ടായിരുന്നത്. പിന്നീട് അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യരോട് സംവദിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകളിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു മാറ്റം എന്നുള്ളത് സ്വാഭാവികമായിട്ട് എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു സർക്കിൾ ഉണ്ടല്ലോ, വായനക്കാരൻ എന്ന് പറയുന്ന സർക്കിൾ. സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ വായനക്കാരെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എൻ്റെ വായനക്കാർ എങ്ങനെ മാറുന്നവരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിനൊത്ത് മാറി എന്നുള്ളതാണ്. പുതിയ കാലത്തെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ മൊബൈലിൽ സീമോർ എന്ന് പറയുന്നൊരു സാധനം കണ്ടാൽ ആളുകൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു വലിയ വായനാ സമൂഹമുണ്ട്. ആ സീമോർ ഒഴിവാക്കിയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു തീർക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പിന്നീട് ആലോചിച്ചത്. സ്വാഭാവികമായിട്ട് ആ ഒരു ആലോചനയിൽ നിന്നുണ്ടായതാണ് ഈ പുതിയ മാറ്റം എന്നുള്ളത്. പലപ്പോഴും ഈ 8 വരി എന്നുള്ളത് 9 വരി ആകുമ്പോഴത്തേക്ക് സ്ഥിരമായി വായിക്കുന്നവർ 1 വരി കൂടിയല്ലോ എന്ന് ചോദിക്കുന്നിടത്താണ് പുതിയ വായനാ സമൂഹമുള്ളത്. വായനക്കാർക്കൊത്ത് മാറാമെന്നുള്ളൊരു എന്താ പറയുക, അനിവാര്യത കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ എഴുത്തുകാരന് മാത്രമുണ്ടായ പോരാ സർഗാത്മകത, വായനക്കാരന് കൂടി വേണമെന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വായനക്കാർ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് മാറുക, എനിക്ക് പറയാനുള്ളതൊക്കെയും ആ പറയുന്ന കുഞ്ഞു കാര്യങ്ങളിൽ പൂർണ്ണമായി ഉൾക്കൊള്ളിക്കുക എന്നുള്ള ഒരു വലിയ ശ്രമകരമായൊരു ദൗത്യം കൂടിയാണിത്. നമ്മളിങ്ങനെ വിശാലമായി എഴുതി പോകുന്നതിനേക്കാൾ വലിയ പ്രയാസമാണ് ഈ 8-9 വരികളിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളുടെ ആശയത്തെ മുഴുവൻ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. ഈ മാറ്റം എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സമൂഹ മാധ്യമ കാലത്ത് അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞു കുറിപ്പുകളിലേക്ക് മാറാനുള്ള കാരണം. എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.